വലിയൊരു വ്യക്തിപരമായ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ അറിയാം, പ്രമുഖ സ്വർണ്ണാഭരണ ബ്രാൻഡായ ഭീമ ജ്വല്ലറിയുടെ ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ. അദ്ദേഹം ഇപ്പോൾ 80ൻ്റെ നിറവിലാണ്. അപ്പോൾ ഇത് നമുക്ക് വ്യക്തിപരമായി എന്തുകൊണ്ട് സന്തോഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഫ്ലവേഴ്സ് ടെലിവിഷൻ ആകാശത്ത് പറക്കാൻ കഴിഞ്ഞതും 24 ആരംഭിക്കാൻ കഴിഞ്ഞതും ഒക്കെ ഈ ഡോക്ടർ ബി ഗോവിന്ദൻ്റെ വിശാല മനസ്കതയുടെ ലക്ഷണം കൂടിയാണ്. കാരണം നമ്മൾ ഈ സ്ഥാപനം ആരംഭിക്കാനുള്ള കടലാസുമായിട്ടൊക്കെ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ഇതിലൊരു സംരംഭകനായി ചേരുകയും ഫ്ലവേഴ്സിൻ്റെയും അതുപോലെ 24ൻ്റെയും ഡയറക്ടറാകുകയും ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ ചെയർമാനാകുകയും എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വന്ന് നമുക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ നൽകുകയും നമുക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസവും കരുത്തും പകരാനൊക്കെ തന്നെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷണറിയായി മാറുകയും ചെയ്ത ഡോക്ടർ ബി ഗോവിന്ദൻ. അദ്ദേഹം 80ൻ്റെ നിറവിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. 80ൻ്റെ ചെറുപ്പം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഇപ്പോഴും വളരെ വളരെ സജീവമാണ് അദ്ദേഹം. പിതാവിൻ്റെ പാത പിന്തുടർന്നാണ് സ്വർണ്ണ വ്യാപാര രംഗത്തേക്ക് ഡോക്ടർ ഗോവിന്ദൻ വരുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ബ്രാൻഡിലൊന്നായി ഭീമ ജ്വല്ലറി, എന്ന് മാത്രമല്ല ഏറ്റവും വിശ്വാസ്യതയുള്ള സ്വർണ്ണ ബ്രാൻഡായി ഭീമ ജ്വല്ലറി മാറി എന്നുള്ളത് ചരിത്രമാണ്. 80ൻ്റെ നിറവിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. തിരുവനന്തപുരത്ത് കുറേ ചടങ്ങുകൾ അദ്ദേഹത്തിന് വേണ്ടി ആളുകൾ സംഘടിപ്പിച്ചിരുന്നു. കാരണം അടിമുടി ജെന്റിൽമാൻ കൂടിയാണ് ഭീമ ഗോവിന്ദൻ സാറ്. അദ്ദേഹത്തോടുള്ള ബന്ധം ഒരു കസ്റ്റമർ സൂക്ഷിക്കുന്ന കസ്റ്റമറും സ്വർണ്ണ വ്യാപാരിയുമായിട്ടുള്ള ബന്ധമല്ല, വീട്ടിലെ ഒരാളെ പോലെയാണ് അദ്ദേഹത്തിനെ പല ആളുകളും കാണുന്നത്. അതുതന്നെയാണ് ഭീമയുടെ ഏറ്റവും വലിയ വിജയവും. എൺപതിൻ്റെ നിറവിൽ ഡോക്ടർ ബി ഗോവിന്ദൻ. പിതാവ് ഭീമ ഭട്ടർ ആലപ്പുഴ ജില്ലയിൽ തുടങ്ങിയ സ്വർണ്ണ വ്യാപാരം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ബ്രാൻഡായി മാറ്റിയതിന് പിന്നിൽ മകൻ ബി ഗോവിന്ദന്റെ കഠിനാധ്വാനത്തിന്റെ ചരിത്രമുണ്ട്. ആലപ്പുഴ SD കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടിയ ശേഷമാണ് വ്യാപാര രംഗത്ത് ബി ഗോവിന്ദൻ സജീവമാകുന്നത്. തുടക്കം 18-ാം വയസ്സിൽ പിതാവിന്റെ സ്ഥാപനത്തിലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി. ഒരു ഷോറൂമിൽ നിന്ന് രാജ്യത്തിനകത്തും വിദേശത്തുമായി നിരവധി ജ്വല്ലറികളിലേക്കുള്ള ഭീമയുടെ വളർച്ച അവിടെ തുടങ്ങുകയായിരുന്നു. ഇന്ന് രാജ്യത്തെ തന്നെ പ്രധാന ജ്വല്ലറി ബ്രാൻഡായി ഭീമ മാറി. ബി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നൂതന ആശയങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മയും സേവന മനോഭാവവും ശക്തരായ ജീവനക്കാരും കൂടി ചേർന്നതോടെയാണ് വർഷം 5000 കോടി വിറ്റുവരവുള്ള കേരളത്തിലെ ഏറ്റവും വിശ്വസ്തയുള്ള ജ്വല്ലറി ബ്രാൻഡായി ഭീമയെ മാറ്റിയത്. 80ാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും കർമ്മരംഗത്ത് സജീവമാണ് ഡോക്ടർ ബി ഗോവിന്ദൻ. 80 വയസ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു അവസാന ഘട്ടം എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ മാക്സിമം എഫർട്ട് എടുത്ത് എക്സ്പീരിയൻസ് വന്നിട്ട് അത് ബിസിനസ്സിൽ കൂടെ ബാക്കി പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് എങ്ങനെ നൽകാം എന്നുള്ളതിനെ പറ്റിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ജനങ്ങൾക്ക് എന്തുമാത്രം ഉപകാരപ്രദമാകുമോ അതനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. പിറന്നാൾ ദിനത്തിൽ വിപുലമായ ആഘോഷമാണ് തലസ്ഥാനത്ത് നടന്നത്. ആശംസകൾ അറിയിച്ച് സുഹൃത്തുക്കളും രാഷ്ട്രീയ ബിസിനസ് രംഗത്തെ പ്രമുഖരും എത്തിയിരുന്നു. തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചതാണ് ഫ്ലവേഴ്സിൻ്റെ പിറവിയും അതേപോലെ 24ൻ്റെ സംപ്രേഷണവും. അതുപോലെ ഇത് നമ്മുടെ ഒരു വലിയൊരു ഡിജിറ്റൽ നെറ്റ്വർക്ക് കൂടിയാണ്. ഒരു വലിയ പ്രക്ഷേപണ നെറ്റ്വർക്കായിട്ട് ഇത് മാറ്റി മറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനികളിൽ ഒരാൾ ഡോക്ടർ ഗോവിന്ദൻ സാർ തന്നെയാണ്. അദ്ദേഹം 80ൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായ സന്തോഷമുണ്ട്. എനിക്ക് ആ ചടങ്ങിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാം, ഒരു യുദ്ധകാല സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് തത്സമയ സംപ്രേഷണം വരുന്നു എന്നതുകൊണ്ട് ഞാൻ തലസ്ഥാന നഗരിയിലേക്ക് പോയില്ല. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ ഗോവിന്ദൻ സാർ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വലിയ സന്തോഷമുണ്ട്. 80ൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ചെറുപ്പം അദ്ദേഹം ആസ്വദിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ. നമുക്കും വലിയ വഴികാട്ടിയായിട്ട് അദ്ദേഹത്തിന് വലിയ ആരോഗ്യത്തോടെ പൂർണ്ണ സജ്ജമായി തുടരാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഡോക്ടർ ഗോവിന്ദൻ സാർ, ഒരിക്കൽ കൂടി 80ൻ്റെ നിറവിൽ ആശംസകൾ.